ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ഹേസൽ ഹന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്റ്റേക്കേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹത്തയിലാണ്. ദുബായിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഹത്ത. ഇവിടെ ധാരാളം ഫാമുകളും മലനിരകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഹത്ത ഡാം, ഹത്ത സൈന്, അതുപോലെ തന്നെ ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമുക്കിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഫാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ഹത്ത ഡാമിനോട് ചേർന്നാണ്. നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ മലനിരകളുടെ അവിടെയായിട്ടാണ് ഹത്ത ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും ഇല്ല ഹത്ത ഡാമിലേക്ക്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഫാം. ഇതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഈ കവാടം തന്നെ നമുക്ക് കാണാം മാവിൻ്റെ ശിഖരങ്ങളാൽ കവർ ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ പേര് അൽബേരി ലോഡ്ജ് എന്നാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ booking.com എന്നിവ വഴി ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഈ കവാടം കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ. പുറത്തുനിന്ന് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ തണുപ്പാണ്. ധാരാളം വലിയ മാവുകളാലും ഈന്തപ്പനകളാലും കവേർഡാണ് ഈ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ സുഖമായ ഒരു കാലാവസ്ഥയാണ്. ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവരിവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു 2 ഡേ സ്റ്റേക്കേഷനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഫാമിലി കൂടിയാണ് ഇത് ബുക്ക് ചെയ്തത്. 13 to 15 അഡൾട്ട്സിനെ വരെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രോപ്പർട്ടിയാണിത്. ഇത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടുള്ള നടപ്പ് വഴിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രാത്രിയിൽ ഇത് ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം മരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന്. ഞാനിതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ നമ്മൾ ഈവനിങ്ങിലേക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. പിന്നെ വെളിച്ചത്തിൻ്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണിത്. ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പുറത്തുനിന്ന് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കാടിനുള്ളിലേക്ക് കയറുന്ന പ്രതീതിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഫ്രെയിമാണ്. അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നിന്നും റെയിൻ പോലെ ഇങ്ങനെ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും. ഇത് ഇവിടുത്തെ ഗസീബോ ആണ്. ഈ ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ അവർ വളരെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു ഫാമാണിത്. അവരതിനെ ഇതുപോലെ നല്ലതായിട്ട് പരിപാലിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ പ്രാവ് പോലെയുള്ള പക്ഷികളുടെ കൂടും നമുക്കിവിടെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും വളരെയധികം ഇഷ്ടപ്പെടും. ഈ കാണുന്ന 2 കൂടല്ലാതെ ലവ് ബേർഡ്സിൻ്റെ വേറൊരു കൂടും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ലവ് ബേർഡ്സിൻ്റെ കൂട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഇത്രയും മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ 2-3 പണിക്കാർ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയകളാണ്. മോർണിംഗിൽ ഈ സ്വിങ്ങിൽ വന്നിരുന്ന ഒരു ചായയും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ലൊക്കേഷനാണ് ഇതൊക്കെ. ഇതിനോട് ചേർന്ന് തന്നെ ഇവരിവിടെ ഒരു പോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. ഞങ്ങൾ 4 ഫാമിലി കൂടിയാണ് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഏകദേശം 12-13 അഡൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ വേറെയും. ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫാം സ്റ്റേ ആണിത്. പിള്ളേരും എല്ലാവരും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ പ്രോപ്പർട്ടി മരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ ചൂട് അറിയത്തേയില്ല. ഒട്ടും വെയിൽ നമുക്ക് ഉള്ളിലടിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടെ. ഇവിടുത്തെ ഈ സ്വിമ്മിംഗ് പൂള് അത്ര വലിയ ആഴമുള്ള സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂള് കൂടാതെ തന്നെ ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവരിവിടെ വേറൊരു സീറ്റിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ അങ്ങിങ്ങായിട്ട് നമുക്ക് ധാരാളം സീറ്റിംഗ് ഏരിയകൾ കാണാൻ സാധിക്കും. ഇതിനോടൊക്കെ തന്നെ ചേർന്ന് അവർ ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ബാർബിക്യൂ ചെയ്യാനുള്ള അത്യാവശ്യം ആക്സസറീസ് എല്ലാം അവിടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ചാർക്കോൾ ഇടാനുള്ള ബേസ്, അതുപോലെ തന്നെ ചിക്കൻ വെക്കാനുള്ള മെറ്റൽ റാക്ക് എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യം വളരെ വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്, അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. അതുകൂടാതെ ഒരു വലിയ മജിലിസ് ഉണ്ട്, പിന്നെ ഒരു വലിയ കിച്ചണ്, അത് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മജിലിസ്. വളരെ വലിയൊരു മജിലിസാണിത്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. വളരെ വലിയൊരു സീറ്റിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു TV ഉണ്ട്, പിന്നെ വാഷ്റൂം ഫെസിലിറ്റി, കൈ കഴുകാനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ കിച്ചണ്. കിച്ചണിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇതുപോലെ ഒരു ഡൈനിങ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു വലിയ കിച്ചണാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഫ്രിഡ്ജ്, ഓവന്, 2 ഇലക്ട്രിക് സ്റ്റൗവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പാത്രങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണുന്ന ഇവിടുത്തെ റൂമാണ്. ഇവിടെ 4 റൂമുണ്ട്, അത് 4ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. റൂമാണ് ഇന്നലെ ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് മെസ്സായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇവിടെ 2 കട്ടിൽ, അതുപോലെ തന്നെ TV, മിനി ഫ്രിഡ്ജ്, വാഷ്റൂം ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഈ 4 റൂമും ഏകദേശം ഒരേപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വൈഫൈ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇവിടെ പുറത്ത് തന്നെയായിട്ടൊരു ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടെറസ് സീറ്റിംഗ് ഏരിയ. ഇത് നല്ലൊരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അത്യാവശ്യം വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഇരിക്കാനുള്ള ഏരിയയും എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ പ്രോപ്പർട്ടി വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ പൂള് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈവനിങ് ആയപ്പോഴത്തേനും അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തു. പൂളിനോട് ചേർന്നുള്ള ഏരിയ തന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി. അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ എല്ലാവരോടും കൂടി വളരെ അതിമനോഹരമായിട്ട് ഞങ്ങളവിടെ ആഘോഷിച്ചു. Happy birthday.
എന്തായാലും അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ സമയത്ത് ഞങ്ങൾ അവിടുന്ന് നാരകത്തിൽ നിന്ന് 2-3 നാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഞങ്ങൾ അവിടുന്ന് പറിച്ചു. നല്ലൊരു അടിപൊളി സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു ഇത്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. ഹത്ത ഡാമിനോട് വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഹത്ത ഡാം. അതുപോലെ തന്നെ ഹത്ത ഹെറിറ്റേജ് വില്ലേജ്, ഹത്ത ഫലാജ് തുടങ്ങിയ അട്രാക്ഷൻസ് എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നാണ് വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയി കൂടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൊക്കേഷനാണിത്. ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതർ booking.com അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അൽബേരി ലോഡ്ജ് എന്ന് പറഞ്ഞ്, അതിലൂടെ അവരെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.